പ്രിയമുള്ളവരെ, ദ റൂട്ട്സ് ഓഫ് നിധി ഇന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് ഒരു ദേവലോകത്തേക്കാണ്. 1100-ആം ആണ്ടിൽ നമ്മെപ്പോലെ ജീവിച്ച ഒരു പറ്റം സാധാരണ മനുഷ്യർ ദേവലോകത്തെ അപ്പാടെ കോപ്പിയടിച്ചു ഭൂമിയിൽ അത് പുനഃസൃഷ്ടിച്ച് നമുക്കായി ഒരുക്കി വെച്ച ഒരു ലോകത്തേക്ക്. അതെ, തെക്കൻ കർണാടകത്തിൽ അഭൗമ സൗന്ദര്യം തുളുമ്പിക്കൊണ്ട് ഒളിഞ്ഞിരിക്കുന്ന ഹാളേബീഡ് ഹൊയ്സാലേശ്വര ക്ഷേത്രത്തെ പറ്റിയാണ് ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. എന്നെ സംബന്ധിച്ച് കാൽപ്പനികതയുടെ സാക്ഷാത്കാരമായിരുന്നു ഇവിടേക്കുള്ള യാത്ര. ആദ്യമായിട്ടാണ് പോയതെങ്കിലും മുൻപെങ്ങോ ഇവിടെ ചുറ്റിക്കറങ്ങി നടന്ന് കണ്ട് ആസ്വദിച്ചല്ലേ എന്നൊരു ആശങ്ക. ഒരു പുലർക്കാല സ്വപ്നം പോലെ തന്നെ. ഇത്തരം യാത്രകളിൽ നമുക്ക് പോകുന്ന സഹയാത്രികർ കൂടി ആയപ്പോൾ ശരിക്കത് ഒരു ഇന്ദ്രസരസായിട്ട് മാറുകയായിരുന്നു. ഞങ്ങൾക്കിടയിലുള്ള വാചാലതകൾ അവിടെ നൃത്താടുന്ന അപ്സരസുകളെ പോലും ആയി. ഒരുപക്ഷെ മലയാളികൾ അധികമറിയാത്തൊരു ചരിത്ര നിർമ്മിതിയാണിത്. പുറമേ നിന്ന് നോക്കുമ്പോൾ അകത്തൊളിപ്പിച്ചു വെച്ച ഗാംഭീര്യം മനസ്സിലാവില്ല. പക്ഷെ അകത്ത് കയറിയാൽ കഥയാകെ മാറി പറയും. പൂർണ്ണമായും ശിലയിൽ നിർമ്മിച്ച ഈ ക്ഷേത്രത്തിൻ്റെ ഒരു ഭാഗവും ശില്പികൾ തൻ്റെ കവിത രചിക്കാതെ വിട്ടുകളഞ്ഞിട്ടില്ല. ഈ ക്ഷേത്രം വിഖ്യാതമായിട്ടുള്ള ഹൊയ്സാല രാജവംശത്തിൻ്റെ സുവർണകാലത്ത് നിർമ്മിച്ചതാണ്. തെക്കേ ഇന്ത്യയിൽ വ്യാപിച്ചു കിടന്നിരുന്ന ഈ സാമ്രാജ്യം ഇവരുടേതായിട്ടുള്ള തനതു വാസ്തുശൈലി വികസിച്ചെടുത്തവരായിരുന്നു. ഇത്തരത്തിൽ അറിയപ്പെടാത്ത നിരവധി ക്ഷേത്രങ്ങൾ ഈ പ്രദേശങ്ങളിലുണ്ട്. അതിൽ പ്രസിദ്ധമായിട്ടുള്ളതാണ് ഈ ക്ഷേത്രം. കിഴക്ക് ദർശനമായിട്ടുള്ള 2 ശ്രീകോവിലുകളുള്ളതിൽ പ്രധാന പ്രതിഷ്ഠ ഒന്ന് പരമേശ്വരനാണ്. മഹാമേരു പ്രാസാദമെന്ന സവിശേഷ വാസ്തുശൈലിയിൽ നിർമ്മിച്ച ഈ ശ്രീകോവിലിൻ്റെ അധിഷ്ഠാനം നക്ഷത്ര ശൈലിയിൽ ഉള്ളതാണ്. ഈ നാമങ്ങളെല്ലാം തന്നെ ഘടനാപരമായ സാങ്കേതിക വിശേഷണമാണ്. ഒരുപക്ഷെ ആദ്യമായിട്ട് കേൾക്കുന്നവരുണ്ടാവാം. വാസ്തുവിദ്യയായിട്ട് ബന്ധമുള്ളവർക്ക് അല്പം ഇതിനെ പറ്റിയിട്ട് ബോധ്യം വരാൻ സാധ്യതയുണ്ട്. അല്ലാത്തവർ ക്ഷമിക്കുക. പൗരാണിക ഗ്രന്ഥമായിട്ടുള്ള പ്രതിമാ കലാനിധി എന്നതിനെ ആസ്പദമാക്കിയിട്ടാണ് ഇവിടെയുള്ള ഓരോ ശില്പവും അതിൻ്റെ പരിപൂർണമായ ലക്ഷണങ്ങളോട് ആവിഷ്കരിച്ചിട്ടുള്ളത്. അതിഗംഭീരവും സൂക്ഷ്മവുമായ ഐക്കണോഗ്രഫിയുടെ ധാരാളിത്തം ഇവിടെ കാണാം. കൂടാതെ ഇതിഹാസങ്ങളിലെ വിശേഷ സന്ദർഭങ്ങളിലെ ഫ്രൈസും നല്ല പോലെ ആവിഷ്കരിച്ചിരിക്കുന്നു. വിവിധ തരം പക്ഷിമാല, ഭൂതമാല, ഗജമാല, മകരമാല, പുഷ്പമാല, സിംഹമാല, ഹംസമാല, മയൂരമാല തുടങ്ങിയ ഡീറ്റെയിലുകളും പഴയ ജീവിതശൈലികളും അന്നത്തെ ഉത്സവങ്ങളും മൈഥുന ശില്പങ്ങളും ഇവിടെ നല്ല പോലെ കാണാം. ഈ അലങ്കാരങ്ങളെല്ലാം തന്നെ ക്ഷേത്ര ആവശ്യമായിട്ട് ബന്ധപ്പെട്ട് കൊത്തിയെടുക്കുന്നതായിട്ടുള്ള ഡീറ്റെയിലുകളാണ്. മിനുസമേറിയ ശിലയിൽ നിർമ്മിച്ച തൂണുകളെല്ലാം തന്നെ പഴയ സാങ്കേതിക വിദ്യയിൽ കടഞ്ഞെടുത്തവയാണ്. ആ കടഞ്ഞെടുത്ത തൂണുകളിലും സൂക്ഷ്മമായ ശില്പങ്ങളുടെയും അത്ഭുതങ്ങളുടെയും ധാരാളിത്തം പിന്നെയും കാണാം. അതായത് മനുഷ്യാധ്വാനത്തിന് ഇതിനപ്പുറം കായികമായിട്ട് ചെയ്യാനും കാൽപ്പനികമായിട്ട് ചിന്തിക്കാനും സാധിക്കില്ല എന്നത് ഇവിടം സന്ദർശിച്ചാൽ ബോധ്യം വരും. ഈ ശിലകൾ രൂപാന്തര ശിലകൾ എന്ന വിഭാഗത്തിൽപ്പെടുന്ന സോപ്പ് സ്റ്റോണുകളാണ്. പ്രധാനമായിട്ടും ഇതിലെ കണ്ടന്റ് മഗ്നീഷ്യമാണ്. മഗ്നീഷ്യം സമ്പന്നമായിട്ടുള്ള ഈ ശില കൊത്തുപണികൾക്ക് വളരെ പറ്റിയ ശിലയാണ്. എങ്കിലും അത് ദൃഢമായിട്ടുള്ള ശിലയും കൂടിയിട്ടാണ്. മാത്രമല്ല മിനുസവും തിളക്കവും ഏറിയിരിക്കും. ഇന്ത്യൻ വാസ്തുവിദ്യയുടെ കല്ലുവെച്ച മോതിരം തന്നെയാണ് ഈ ക്ഷേത്രം, അതിൽ സംശയമില്ല. ഇനി എന്തൊക്കെ തന്നെ ആയാലും ശില്പം എന്നത് വെറുതെ പകർത്തി വയ്ക്കാൻ പറ്റുന്ന ഒന്നല്ല. അതിന് വാസ്തുശില്പിയുടെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞ പ്രണയം ഉണ്ടാവണം. ആ പ്രണയത്തിൻ്റെ സൗന്ദര്യം ഒരു ലഹരി കണക്കാവിൽ നുരയണം. അപ്പോഴാണ് ശില്പിയുടെ കണ്ണിൽ ശില ശില്പമായിട്ട് പരിണമിക്കുന്നത്. തൻ്റെ പ്രണയത്തോടുള്ള അഭിനിവേശം മൂലമാണ് ഓരോ ശിലയിലും സൗന്ദര്യങ്ങൾ പിറവികൊള്ളുന്നത്. മുൻപേ ഗമിച്ച ആ മഹാശില്പികൾക്ക് ഒരു സാഷ്ടാംഗ പ്രണാമം അർപ്പിക്കട്ടെ.
ഒരു കാര്യം ശ്രദ്ധിച്ചാൽ കൗതുകരമായിട്ട് തോന്നിയത്, ഒരുപക്ഷെ ഇന്ത്യക്കാരേക്കാൾ കൂടുതൽ ഇവിടം സന്ദർശിക്കുന്നത് വിദേശീയരാണ്. കാരണം അവരുടെ ജ്വല്ലറി ഓർണമെൻറ്റ്സ് ഡിസൈൻ ചെയ്യാനായിട്ട് റഫറൻസിനായിട്ട് എടുക്കുന്നത് ഇവിടുത്തെ ശില്പങ്ങളാണ്, ഇവിടുത്തെ ഡീറ്റെയിലുകളാണ്. ഇതൊക്കെ എത്ര വർണ്ണിച്ചാലും അത് ബോധ്യമാവാൻ സാധ്യതയില്ല. അത് നേരിട്ട് തന്നെ വന്ന് കണ്ട് ആ ഡീറ്റെയിലുകൾ നിങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രമാണ് അതിൻ്റെ ഒരു ഗാംഭീര്യം മനസ്സിലാവുക. ഇനി ഇവിടെ കണ്ണടച്ചിട്ട് അല്പനേരം തന്നിലേക്ക് തന്നെ തിരിഞ്ഞിരുന്നാൽ നമുക്കും കേൾക്കാം അക്കാലത്തെ ശില്പികൾ ശിലയിൽ കുത്തുമ്പോൾ ഉണ്ടായിട്ടുള്ള പുളിയൊച്ചകൾ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.